ഈ സീസൺ തുടരെ കാണുന്നുണ്ടോ? ഞാൻ കാണാറുണ്ട്, അത് എല്ലാം കാണാറില്ല, പക്ഷെ കൂടുതൽ ലൈവാ കാണാറ്. ലൈവ് നമ്മൾ വണ്ടി പോകുമ്പോൾ കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കാണാറ്. സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞ തന്നെ അതിനകത്ത് ആര് വീൻ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതെനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല, ആരുമില്ല. എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആരും അവിടെ ഇല്ല, എന്റെ ആരും അവിടെ ഇല്ല. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുക, എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ആരും അവിടെ ഇല്ല. അത് ഇതിപ്പോ ഒരാഴ്ചത്തെ ഓരോ കാര്യം മാത്രം മതി ഇതാവാൻ. ഇപ്പൊ ഞാൻ എന്നോട് എന്റെ ഫേവറേറ്റ് കണ്ടന്റ് എന്താണ് അതാണെന്ന് പറയുമ്പോ ഞാൻ ഇത്രയും വോട്ടിന് ജയിച്ചാളാ. എന്റെ ഫാൻസ് ഒക്കെ അവർക്ക് വോട്ട് ചെയ്താലോ അറിയാവില്ലേ? രേണുസുധിയെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം പറഞ്ഞു. അതായത് രേണുസുധിയുടെ കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞെന്താ, അത് ഒരു 100 ഗ്രാം ഉള്ളൂ, ഒരു ചെറിയ കല്ലെടുത്ത് എറിയാതെ പറഞ്ഞത് ആകുടി അല്ലേ, അതല്ലേ മെയിനായിട്ട് പറഞ്ഞത്. ആകുടി ചെറിയ 100 ഗ്രാമിന്റെ അത്ര ഉള്ളൂ. കാരണം ഞാൻ സുധിച്ചേട്ടനായിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോടുള്ള, അതായത് സുധിച്ചേട്ടൻ ചെയ്തേക്കണ, നമ്മള് ഒരു കാര്യം ചിന്തിച്ചോ, നമ്മൾ ഇപ്പൊ ചെയ്തേക്കണ കാര്യങ്ങൾ ചിലപ്പോ അതിന്റെ ഗുണം കിട്ടുന്നത് ചിലപ്പോ നമ്മുടെ മക്കൾക്കായിരിക്കും. അപ്പൊ സുധിച്ചേട്ടൻ ചെയ്തതിന് ഗുണം ആ വൈഫിന് കിട്ടിയത്, അത് അവര് യൂസ് ചെയ്യണ രീതിയിൽ യൂസ് ചെയ്യട്ടെ. നമ്മൾ എന്താണ് ഇതിന് വലിയ തുണി വെച്ചാൽ ആൾക്കാർ കൊടുക്കുന്നത് റോട്ടിൽ നടന്നു, ആരും കല്ലറിയില്ല. ആലോചിക്കേ, നമ്മളെല്ലാവരും നല്ലവരൊന്നല്ല, എല്ലാവരും തെറ്റിയും ഇല്ലേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയട്ടാ, ഏത് വിജയത്തിന്റെ പിന്നിലും ഒരു വളഞ്ഞ ബുദ്ധിയാണ് വിചാരിച്ചത്. അതായത് ഏത് വിജയത്തിന് മുമ്പിലും അത്ര നിങ്ങൾ വിചാരിച്ചത്. കാരണം നിങ്ങൾ നേർവൃത്തിയിൽ മാത്രം ചിന്തിച്ചാൽ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടില്ല. ഈ പറഞ്ഞത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വളഞ്ഞ ബുദ്ധിയോട് കൂടി വിജയിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അധികകാലം നീണ്ടു പോകാൻ പറ്റും. വളഞ്ഞ ബുദ്ധി ഞാൻ PR ഉണ്ടായില്ലെങ്കിൽ ഞാൻ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ പുറത്ത് ഉറപ്പാണ്. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറി വന്ന സ്റ്റെപ്പിൽ നിന്ന് ചിന്തിക്കാം. എനിക്ക് കാര്യം പറയണ്ടേ, ചിന്തിക്കാം. 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോ എന്റെ വോട്ടിന്റെ നില നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ ഏറ്റവും താഴെയാണ് അല്ലെ. അവിടെ നിന്ന് ഞാൻ കേറിയിട്ട് കേറി അല്ലാണ്ട് ഒരാഴ്ച പോലും ഞാൻ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ കേറി പറഞ്ഞു അല്ലെ. ആ ജനങ്ങള് നമ്മള് എത്ര PR ചെയ്താലും എന്ത് ചെയ്താലും PR ഇതേ ചെയ്യാൻ പറ്റില്ലോ. ജനങ്ങള് ഞങ്ങള് മനസ്സിലെടുത്തിട്ട് അത് അപ്പ കണ്ട ചിന്താണ് അല്ലെ, അപ്പ കണ്ട ചിന്തോനെ മനസ്സിലെടുത്തിട്ടാണ് ജനങ്ങൾ വോട്ടിയാണ് അല്ലെ. ആ TV കാണുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ലൈവിൽ കാണുന്ന ആ അപ്പ കാണുന്ന ചിന്തമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയാം, അതൊരു ഗെയിമാണ്. ആ ഗെയിം കളിക്കാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ ഗെയിം അറിയാണ്ട് കളിക്കാൻ പോയിട്ട് കാര്യമില്ല. ഞാൻ ഇവിടുന്ന് തോന്നിയില്ല, ലാലേട്ടനാണ് മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് പോയല്ലോ, ലാലേട്ടൻ എനിക്ക് അപ്പറിച്ചിട്ട് പോകുന്നു. എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് തന്നു. ഏതായാലും നാളെ തിയേറ്ററിലെത്തിയാണ്. വെടപ്പള്ളിയിൽ 10 മണിക്ക് രാവിലെ ഷോ ഉണ്ട്. നിങ്ങൾ